സജാദേ, ഈ ഒരു വീക്കെൻഡ് നമ്മൾ പൊളിക്കാൻ വന്നിരിക്കുകയാണ്. ഇപ്പൊ നമ്മളൊരു ബോട്ടിലാണ്. ഈ ബോട്ട് എവിടെയാണ്? അബ്ര. ഏകദേശം 29 ദിർഹത്തിനാണ് സംഭവം നടക്കുന്നത് അല്ലേ? എല്ലാ പാക്കേജും പിന്നെ മ്യൂസിക്, അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, പിന്നെ ലൈറ്റ് ഡാൻസ്, ലേസർ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഏകദേശം മോളിലും കുറെ ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ? ഇതെന്നാലും നമ്മള് രണ്ടാളും മാത്രമല്ല, നമുക്ക് സൗദിന്ന് വരെ ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ അല്ലേ? നിങ്ങളുടെ പേരെന്ന് പറയും? റാഫി. ജദ്ദീന്നാണ്. എല്ലാം നമ്മള് ചങ്ങായിമാർ തന്നെയാണ്. എന്നാലും വീഡിയോ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇനി അടുത്ത കൈമാറുന്നത് എന്റെ പേര് ലബീബ്. ഞാൻ ഇന്റേൺഷിപ്പിന് വേണ്ടി വന്നതാണ് 2 മാസത്തിന് ഷാർജക്ക്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. ജിദ്ദയിൽ വന്നിട്ട് ദുബായിന്ന് എന്താ പ്രത്യേകതയായിട്ട് തോന്നണത്? ദുബായിൽ എന്താ പറയുക, കൾച്ചറും ഒക്കെ അടിപൊളിയാണ്. നല്ല ടൂറിസ്റ്റിനൊക്കെ പറ്റിയ അല്ലേ? വന്നാൽ നഷ്ടാവൂല, കാണാൻ വന്നല്ലേ. അപ്പോ ലബീബിന് ചെല്ല പേരുണ്ട്, ഓമന പേരുണ്ട്. ലല്ലു തന്നെ വിളിക്കുക. ലാലു. ലാലു. 2 ലാലു. ഇവിടെ വേറെ ആൾ കൂടി ഉണ്ട്. നിങ്ങൾ ദുബായി തന്നെയാണ്? വർക്ക് ചെയ്യുന്നത്. എന്താണ്? ഞാൻ ടൈപ്പിസ്റ്റ് ആണ്. ഇപ്പൊ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടാവും? അപ്പോ ഞാനിവിടെ 5 വർഷമായി എക്സ്പീരിയൻസ്. ഇതിന്റെ ഇവിടെ ഒരു 2-3 തവണ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് എക്സ്പ്ലോർ ചെയ്യാം അല്ലേ? അത് എക്സ്പ്ലോർ ചെയ്യാം, പൊളിക്കാം. ഓക്കെ അല്ലേ എല്ലാവരും? സജാദേ, ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോണ ബോട്ട് കേട്ടോ. 2 മണിക്കൂറിന് പെർ ഹെഡ് 50 ദിർഹം പറഞ്ഞു കേട്ടോ. പക്ഷെ ഞങ്ങളൊന്ന് ബാർഗെയിൻ ചെയ്തു, പെർ ഹെഡ് 30 ആക്കി. അതായത് 5 പേർക്ക് 150 ദിർഹത്തിന് ഞങ്ങൾ പരിപാടി തീർത്തു. അപ്പോൾ ഇതിനകത്ത് കയറുമ്പോൾ അല്ലെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഡാൻസ്, മുന്നേ കണ്ടുപോലത്തെ കുറച്ച് ഡാൻസ്, ഫുഡ്. മെയിനായിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ നല്ല ഹോട്ടൽ നോക്കിയപ്പോഴാണ് സൈഡിൽ ഇതുപോലെ ഒരു ലൈറ്റിൻ്റെ അട്രാക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ബോട്ട് കണ്ടത്. അപ്പോഴാണ് സജാദ് പറഞ്ഞത് 50 ദിർഹത്തിന് ബോട്ടുണ്ട്, പക്ഷേ അതിന് നമുക്കൊരു 30 ദിർഹത്തിനൊക്കെ കിട്ടും. മുമ്പ് ഇതുപോലെ പോയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു അടിപൊളി വൈബായിരിക്കും, നമുക്കൊന്ന് കയറി നോക്കാമെന്ന് പറഞ്ഞിട്ട് കയറിയതാണ്. നേരെ കയറി തന്നെ നേരെ മുകളിലാണ്. ഇവിടെ ഫുഡ് കാര്യങ്ങൾ സെറ്റപ്പൊക്കെ ഉണ്ട്, പക്ഷേ സീറ്റ് ഫുള്ളാണ്. മുകളിൽ ഞങ്ങൾക്ക് 5 പേർക്ക് ഇരിക്കാനുള്ള സീറ്റില്ല. അപ്പോൾ ഞങ്ങളത് ജസ്റ്റ് കറങ്ങി. പക്ഷേ കുഴപ്പമില്ല, വലിയ സങ്കടം തോന്നിയില്ല. കാരണം ഭയങ്കര ഹ്യൂമിഡിറ്റി കാരണം നല്ല ചൂട്, കാറ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അധികം നേരം ഒന്നും ഇവിടെ നിൽക്കില്ല, വിയർത്തൊലിക്കും. ഈ ഒരു സമയം ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല കേട്ടോ. പക്ഷേ ഈ ഒരു സമയം ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഓഫറിൽ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇങ്ങനെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ടൂറിസ്റ്റ് ഏരിയകളിലൊക്കെ കാണിക്കുന്നുണ്ട്. എല്ലാതൊന്നും എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ആഗ്രഹമുണ്ട്, വഴിയെ നോക്കാം. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. മുമ്പ് കാണിച്ച ഹൈലൈറ്റ്സൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കറങ്ങി നോക്കാം. ഏതായാലും വന്ന കാര്യത്തിന്, ഉദ്ദേശിച്ച കാര്യത്തിന് അധികം സമയമൊന്നും എടുത്തില്ല കേട്ടോ. ഏകദേശം ബോട്ട് നീങ്ങി തുടങ്ങിയപ്പോൾ തന്നെ ഇവർ ഫുഡ് സെർവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ബൊഫയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ്. ഒരുപാട് പേര് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും വലിയ തിരക്കൊന്നുമില്ല, ഒരുപാട് വിഭവങ്ങളുണ്ട്. കണ്ടില്ലേ, ഫസ്റ്റ് സാലഡ് കാര്യങ്ങൾ, അതുപോലെ തന്നെ റൈസ് 2 തരത്തിലാണ്. വൈറ്റ് റൈസ് ഉണ്ട്, അതുപോലെ തന്നെ ബിരിയാണി റൈസ് ആയിരിക്കാം. അത് ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല. പക്ഷേ അതൊഴിച്ച് ബാക്കി എല്ലാതും ഞാൻ എടുത്തിൻ്റെ പ്ലേറ്റിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിഭവങ്ങൾ. എല്ലാം നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാം, അൺലിമിറ്റഡ് ആണ്. കണ്ടില്ലേ, അത്യാവശ്യത്തിൽ കൂടുതൽ ഫുഡ് ഞാൻ എൻ്റെ പ്ലേറ്റിലാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ഫുഡായിരുന്നു, അതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴിച്ചു. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും നന്നായിട്ട് കഴിച്ചു. നല്ല അഭിപ്രായമാണ്. ഏതായാലും ഒരു 30 ദിർഹത്തിനൊക്കെ ഇങ്ങനെ ഫുഡ് അല്ലെങ്കിൽ 2 മണിക്കൂർ ബോട്ട് യാത്ര എന്ന് പറഞ്ഞാൽ അത് നഷ്ടമില്ലാത്തൊരു കാര്യം തന്നെയാണ്. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ പെപ്സി അൺലിമിറ്റഡ് ആയിരുന്നു. പിന്നെ ഇതുപോലത്തുള്ള എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഡാൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പല വിധത്തിലും വന്നുകൊണ്ടിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ മാത്രമാണ് ഈ ഒരു പെർഫോം ചെയ്യണത്. ഇയാൾ തന്നെ ഫാൻസി ഡ്രസ്സ് പോലെ, അല്ലെങ്കിൽ എന്താ പറയുക, ഓരോ മിനിറ്റ് അല്ലെങ്കിൽ ഓരോ പാട്ട് കഴിയുമ്പോഴും അടുത്ത ഡ്രസ്സ് റെസ്റ്റ് ഇല്ലാതെ എടുത്തിട്ടാണ് കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കെന്തായാലും കുറച്ച് നേരം ഇവരുടെ പെർഫോമൻസ് ഒന്ന് കണ്ടു നോക്കാം. എന്തായാലും നഷ്ടാവില്ല, സ്കിപ്പ് ചെയ്യാതെ കാണുക, അവസാനം വരെ കാണുക. നല്ല അടിപൊളി പെർഫോമൻസ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ദേറ ബർദുബായിലാണ്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളും അതുപോലെ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.